നമസ്കാരം. കേരള വിഷൻ ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പുതിയൊരു വാർത്താ ദിനം ആരംഭിക്കുമ്പോൾ നിരവധി വാർത്തകളാണ് നമുക്ക് മുന്നിലുള്ളത്. എറണാകുളത്ത് ജീവനൊടുക്കിയ സ്ത്രീയുടെ സംസ്കാരം ഇന്ന് നടക്കും. അയൽവാസിയായ വട്ടിപ്പലിശക്കാരുടെ ഭീഷണിക്ക് പിന്നാലെയാണ് ഇന്നലെ ആശ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തത്. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന സുപ്രധാനമായ ഭരണഘടനാ ഭേദഗതി ബില്ല് ഇന്ന് ലോക്സഭയിൽ അവതരിപ്പിക്കും. ഇതോടെ ഒരു മാസത്തിലധികം കസ്റ്റഡിയിലാകുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകും. ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണൻ ഇന്ന് നാമനിർദ്ദേശ പത്രിക നൽകും. അതുപോലെ ഇന്ത്യ സഖ്യ MP-മാരുടെ യോഗം ഇന്ന് ചേരും. പ്രധാനമന്ത്രിയുടെ ബിരുദവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ വെളിപ്പെടുത്തണമെന്ന ഉത്തരവിനെതിരായ ഹർജിയിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വിധി പറയും. തുടങ്ങി നിരവധി വാർത്തകളുണ്ട്. നോക്കാം ടോപ്പ് ഹെഡ്ലൈൻസ്. എറണാകുളത്ത് പലിശക്കാരുടെ ഭീഷണിയെ തുടർന്ന് ജീവനൊടുക്കിയ 42-കാരിയുടെ സംസ്കാരം ഇന്ന്. മുട്ടുവള്ളി സ്വദേശി ആശ ജീവനൊടുക്കിയതിന് പിന്നിൽ വീട് കയറിയുള്ള ഭീഷണിയെന്ന കുറിപ്പ്. ആരോപണം റിട്ടയർഡ് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ. അറസ്റ്റിലാകുന്ന മന്ത്രിമാരെ സ്ഥാനത്ത് നിന്ന് നീക്കാൻ വ്യവസ്ഥ ചെയ്യുന്ന ബില്ല് ഇന്ന് പാർലമെന്റിൽ. ഒരു മാസത്തിലകം കസ്റ്റഡിയിലാകുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകും. ഭരണഘടനാ ഭേദഗതി ബില്ലിന്റെ പരിധിയിൽ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും. രാജ്യത്തെ തുറമുഖങ്ങൾ വഴിയുള്ള ചരക്ക് നീക്കത്തിൽ പ്രധാന ഹബ്ബായി വിഴിഞ്ഞം. ഇതുവരെ വന്നത് 448 കപ്പലുകൾ. 8 മാസത്തിനിടെ നേടിയത് 450 കോടി രൂപയുടെ വിറ്റുവരവ്. കൊയിലാണ്ടി എടവണ്ണ സംസ്ഥാന പാതയിലെ കൂടത്തായി പാലം അപകടാവസ്ഥയിൽ. വിള്ളൽ രൂപപ്പെട്ടതോടെ പാലത്തിന് കുലുക്കം അനുഭവപ്പെടുന്നതായി നാട്ടുകാർ. പകരം പാലം നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തം. വിഷയം നിയമസഭയിൽ സബ്മിഷനായി ഉന്നയിക്കുമെന്ന് MK മുനീർ MLA. സ്പാനിഷ് ലീഗിൽ റോയൽ മാഡ്രിഡിന് ജയത്തുടക്കം. ഒസീസിനെ എതിരില്ലാതെ 1 ഗോളിന് തകർത്തു. വിജയ ഗോൾ നേടി എംബാപ്പെ.